നമ്മൾ കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പൊ കാടിന്റെ ചില നിയമങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരുവിധ ശബ്ദവും നമ്മളിൽ നിന്നൊരു ശബ്ദം കാടിനുണ്ടാകാൻ പാടില്ല. അതിൽ നിന്ന് കാടിന് യോജിച്ച കളർ, കാടിന് യോജിച്ച കളർ എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ പച്ച കലർന്ന ഷർട്ടുകൾ, ഡാർക്കായിട്ടുള്ള ഷർട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കാടുകളിൽ ഒരുവിധ സുഗന്ധദ്രവ്യം ഉപയോഗിക്കാൻ പാടില്ല. ശബ്ദം ഒരു വക കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും മൃഗങ്ങളെ കണ്ടിട്ട് നമ്മൾ ഫിസിലടിച്ചുള്ള ശബ്ദം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അതിനെ പ്രകോപിപ്പിക്കരുത്. അങ്ങനെ വരരുത്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ആനയെ കണ്ട് ഉടനെ നമ്മൾ ആന നിൽക്കുന്നു അല്ലെങ്കിൽ കടുവ നിൽക്കുന്നു എന്ന് പറയാൻ പാടില്ല. ഉടനെ ഒരു ഫിസിൽ ശബ്ദം ഇങ്ങനെ നമ്മൾ പുറപ്പെടുവിച്ചിട്ട് കൂട്ടുകാരുടെ ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് അതുകൾ പിന്നെ ചൂണ്ടി ഇങ്ങനെ പറയാൻ പാടില്ല. അത് കാണുന്ന ഒരു ഘട്ടത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നം. അതിന്റെ ശ്രദ്ധ നമ്മൾ ആകർഷിക്കാത്ത തരത്തിൽ പോയാൽ നമുക്ക് നല്ല പടങ്ങൾ എടുക്കാനും കാട്ടിൽ നമുക്കിപ്പോൾ തന്നെ ഈ നമ്മൾ കാട്ടിലേക്ക് കയറിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചീവിടിൻ്റെ ശബ്ദമുണ്ട്. ചീവിട് ഇങ്ങനെ വിളിക്കും, കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ചീവിട് നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കാട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഈ ശബ്ദം അങ്ങ് മാറും. അപ്പം മറ്റ് മൃഗങ്ങൾക്ക് മറ്റ് ജന്തുക്കൾ ഇതിനെ ആശ്രയിക്കുന്ന കുറേ ജന്തുക്കളുണ്ടാകും. അവർ മനസ്സിലാക്കും ആൾക്കാർ ഇതിനുള്ളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അങ്ങ് ഒളിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ചില പിന്നെ ഈ കടുവയുടെ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മൃഗങ്ങൾ ഭയങ്കരമായിട്ട് ശല്യം ഉണ്ടാക്കും. മരത്തിന് കൊണ്ട് കുരങ്ങളൊക്കെ ഇരുന്നിട്ട് വിളിക്കുകയൊക്കെ ചെയ്യപ്പോഴും മാനുകൾ പിന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് കടുവ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് അതിൻ്റെ രക്ഷ നേടി പോകുന്നൊരു സാഹചര്യം വരും. അതേപോലെ തന്നെ കാടിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അവിടെയുള്ള മൃഗങ്ങൾക്ക് മൊത്തത്തിലുണ്ട്. ചെറിയ ഇൻസെക്ട്സിന് പോലും ഉണ്ട്.